ഒറ്റയ്ക്ക് ദിവസം കിട്ടുകയെന്ന് വെച്ചാൽ കുറച്ച് പാടല്ലേ. ബൈ ദ വേ ഹലോ, നമുക്കിന്ന് ഒരു സ്ഥലം വരെ പോയാലോ? പുറത്തിറങ്ങുന്നതിന് മുമ്പ് ബൈ ദ വേ കുറച്ച് സൺസ്ക്രീനും പിന്നെ കുറച്ച് ലിപ്സ്റ്റിക്കും അതിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ ഇന്ന് പോകുന്നിടത്ത്. അപ്പോൾ ഫുഡിന് എപ്പോൾ കഴിക്കാൻ പറ്റുമെന്ന് അറിയാത്തതുകൊണ്ട് ഫസ്റ്റ് പിറ്റ് സ്റ്റോപ്പ് നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെയുള്ള റാംസി എന്ന് പറഞ്ഞൊരു ഈറ്ററിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇത്, ബോബ. അതും ചോക്ലേറ്റ് ഫ്ലേവറിൻ്റെ. ഇവിടുത്തെ ഭയങ്കര ടേസ്റ്റാണ്, ആസ് വെൽ ആസ് ഭയങ്കര അഫോർഡബിൾ റേഞ്ചാണ് കേട്ടോ. ഞാനതിനല്ല വന്നത്, ഫ്രൈസ് ആൻഡ് ഇതിപ്പോൾ ഭയങ്കര രസമാണ്. പക്ഷേ മെയിനായിട്ട് ഞാനിവിടെ കഴിക്കാൻ വന്നൊരു സാധനം എൻ്റെ ഇൻ ടൗൺ കൊച്ചിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്രീമി മോമോസ് കിട്ടുന്നത് ഇവിടെയാണ്. സോ അത് ട്രൈ ചെയ്യേണ്ട. ഇതാണ് സാധനം. ഇത് 4 പീസസ് 8 പീസസിൻ്റെയൊക്കെ അവൈലബിൾ ആട്ടോ. എനിക്കിത് തന്നെ കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് അറിയില്ല. ആൻഡ് ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനം. കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ പുറത്തുനിന്ന്, എനിക്കിപ്പോഴും വായിന്ന് വെള്ളം വരുന്നുണ്ട്, പുറത്തുനിന്ന് ലൈക്ക് ജങ്ക് കുറച്ചധികം കഴിക്കുന്നത്. കുറച്ചധികം ഇല്ല, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമുണ്ട്. ദ മെസ്സി പാർട്ട് ഇസ് ദിസ്, ചുണ്ടിൽ മൊത്തതാവും, പക്ഷേ വർത്ത് ദ ടേസ്റ്റ്. അങ്ങനെ അത് കുറച്ച് കഴിച്ച് ഇങ്ങനെ ഇരുന്നു. എന്നെ കൊണ്ട് തീർക്കാൻ പറ്റുന്നുണ്ടായില്ല, പക്ഷേ ട്രൈ ചെയ്തു. ആൻഡ് അഗൈൻ അത് കഴിഞ്ഞ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. മറൈൻ ഡ്രൈവിൻ്റെ അവിടേക്കാണ് പോകുന്നത്. നല്ല ചൂടുണ്ട്. ഞാൻ സ്കൂട്ടറിനാണ് ഇച്ചിരി വന്നത്. അപ്പം അത് കഴിഞ്ഞ് മറൈൻ ഡ്രൈവ് നേരെ എത്തി. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഈ ഹെയറിൻ്റെ റൂട്ട്സ് ചെയ്യാനാണ് വന്നത്. ഇതങ്ങനെ ഇരുന്ന മുടി എങ്ങനെ ഒരാക്കണമെന്ന് കണ്ടോ. ആക്ച്വലി ഭയങ്കര നല്ല സർവീസായിരുന്നു കേട്ടോ അവിടെ. ഞാൻ ആദ്യമായിട്ട് ഇവിടെ പോകുന്നത്. യൂഷ്വലി കുസാറ്റിൻ്റെ അവിടെയാണ് ചെയ്യാറ്, പക്ഷെ എൻ്റെ ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് ഞാൻ അവിടെ ചേഞ്ച് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ചെയ്ത് അങ്ങനെയാണ് ഇവിടെ ചെന്നെത്തിയത്. കുറച്ച് നേരമൊക്കെ ബോറടിച്ചിരുന്നു. കുറേ നേരം എടുത്തു. ഞാൻ 1:30 ആക്ച്വലി ചെന്നൈ. 2 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഫൈനൽ ലുക്ക് ഇതാണ്. അവർ നല്ല രീതിക്ക് ഫുൾ ചെയ്തു തന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി മുഖമൊക്കെ കഴുകി ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതിനിടയ്ക്ക് തയ്ക്കാൻ കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നല്ല തിരക്കായിരുന്നു റോട്ടിൽ. ഇത്ര സമയമൊന്നും ഞാൻ വിചാരിച്ചില്ല. വെരി ലേറ്റ്. നല്ല ടയേർഡുമായി. ഇത് ചെയ്തത് സർവീസ് അടിപൊളിയായിട്ടുണ്ട്. വെരി നൈസ്. കുറേ സമയമെടുത്താണ് അവർ ചെയ്തത്, പക്ഷെ എന്നാലും നല്ല കെയർഫുള്ളായിട്ട് മൊത്തം ചെയ്തു. ഇനിയും പോവും ഞാൻ അവിടെ. കൊള്ളാം. പിന്നെ അവിടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ ഹെയർ കട്ടിനും വേറെ എന്തെങ്കിലുമൊക്കെയോ ഓഫേഴ്സ് ഉണ്ട്. ഹെയർ കട്ട് എനിക്ക് തോന്നുന്നു 299 റുപ്പീസ് എന്തോ ആണ് ഉള്ളൂ. ഐ മീൻ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ. ലിമിറ്റഡ് പീരീഡ് ഓഫറാണോ എന്ന് എനിക്കറിയില്ല, നിങ്ങൾ വിളിച്ച് ചോദിക്കേണ്ടി വരും. അങ്ങനെ അവിടെ പറയുന്നുണ്ടായിരുന്നു. ഓക്കെ, ഐ ഗെസ് ഗേൾസ് ക്യാൻ റിലേറ്റ് എ ലോട്ട്. എന്തെങ്കിലും ഹെയർ മേക്ക് ഓവറോ ഫേസ് മേക്ക് ഓവറോ അല്ലെങ്കിൽ നമ്മുടെ ഓവറോൾ എന്തെങ്കിലുമൊക്കെ മേക്ക് ഓവർ കഴിയുമ്പോഴത്തേക്കും കണ്ണാടിയുടെ മുമ്പിലുള്ള ഈ പ്രഹസനം ഉള്ളതാണല്ലോ. ഇനി അത് 2-3 ദിവസത്തേക്ക് കാണും. മുടി അങ്ങോട്ടാട്ടുന്നു ഇങ്ങോട്ടാട്ടുന്നു, കാറ്റത്ത് പറത്തുന്നു. കീപ്സ് ഓൺ. സോ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ. അപ്പം ഇനി പിന്നെ കാണാം. ബൈ. ശരിക്കും ബൈ.